അപ്പോൾ നിങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങളത് സ്റ്റഡി ചെയ്ത് ഗവൺമെൻറ്റിന് അതിൻ്റെ അപ്രൂവൽ എടുത്ത് നിങ്ങളെ വ്യക്തി പേരിൽ നിങ്ങൾക്ക് കമ്പനി തുടങ്ങി തരും. യെസ്, നമ്മൾ കാണുന്ന ഓഡിയൻസിനോട് നമുക്ക് പറയാനുള്ളത്, കാരണം ഒരുപാട് ആളുകളുടെ അടുത്ത് നല്ല ഐഡിയാസ് ഉണ്ട്. എസ്പെഷ്യലി ചിലപ്പം നമ്മുടെ ജനറേഷനിലെ ആളുകൾക്ക് നല്ലോണം പഠിച്ച ആളുകളാണ്, നല്ല എക്സ്പീരിയൻസും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ നമ്മുടെ ടെക്നോളജിക്കൽ പരമായിട്ടൊക്കെ ഇഷ്ടംപോലെ ഐഡിയ ഉണ്ട്. സൗദി ബൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഐഡിയ വെച്ചിട്ട് വീട്ടിലിരിക്കേണ്ട, ഇതുപോലത്തെ ഇൻക്യുബേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ വാതിൽ സൗദി തുറന്നിട്ടുണ്ട്. ഇൻക്യുബേറ്ററിനെ കുറിച്ചൊന്നും ജനങ്ങൾ തീരെ പബ്ലിക്കലി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്റെ മൈൻഡിലുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് ഓൺലി IT ഫീൽഡിലാണ്. IT ഫീൽഡിൽ മാത്രമല്ല സ്റ്റാർട്ടപ്പ് ഉള്ളത്, എവറി ഫീൽഡിൽ. ഇപ്പോൾ റീസെന്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫർണിച്ചർ കമ്പനി ഒരു സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഐക്യന്റെ ഫർണിച്ചറൊക്കെ പോലെ തന്നെ സെയിം ഫർണിച്ചറാണ് പുള്ളിൻ്റെ അടുത്തുള്ളത്. ബട്ട് വാട്ട് ഹി ഡൂയിങ്, നമ്മളെ എക്സിസ്റ്റിംഗ്, നിങ്ങൾക്കൊരു അപ്പാർട്ട്മെന്റ് എടുത്തു, ആ അപ്പാർട്ട്മെന്റിന്റെ ശരിക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഇവരെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഗെയിമിൽ എടുത്തു വെക്കുന്ന പോലെ ഫർണിച്ചർ അതിലേക്ക് എടുത്തു വെക്കാനുള്ള ഈ എടുത്തു വെച്ച ഫർണിച്ചർ നിങ്ങളെ റൂമിന്റെ മെഷർമെന്റിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള മാനുവലോട് കൂടി പാക്ക് ചെയ്തിട്ട് പോലെ അയച്ചു തരും. ഐക്യ ചെയ്യുന്ന സെയിം സാധനം നിങ്ങളെ റൂമിൽ 3D ആയിട്ട് വെച്ച് വെരി സിമ്പിൾ ആയിട്ട് അയാൾക്ക് സ്റ്റാർട്ടപ്പിന്റെ അപ്രൂവൽ കിട്ടി.